വട്ടിയൂർക്കാവ് എം.എൽ.എ. വി.കെ. പ്രശാന്തും കോർപ്പറേഷൻ കൗൺസിലർ ആർ. ശ്രീലേഖയും തമ്മിൽ ഓഫീസ് ഒഴിഞ്ഞു കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ തർക്കം കോൺഗ്രസിന്റെ തനിനിറം പുറത്തു കൊണ്ടുവരാനാണ് ഇപ്പോൾ സഹായിച്ചിരിക്കുന്നത്. വട്ടിയൂർക്കാവിൽ നേരിട്ടുള്ള മത്സരം നടക്കാൻ പോകുന്നത് ഇടതുപക്ഷവും ബി.ജെ.പിയും തമ്മിലാണ്. മിക്കവാറും വി.കെ. പ്രശാന്തും ആർ. ശ്രീലേഖയും തമ്മിലായിരിക്കും ഫൈറ്റ് എന്നതും ഉറപ്പാണ്. ഇവിടെ ബി.ജെ.പി ജയിച്ചാലും വേണ്ടില്ല, ഇടതുപക്ഷം അതായത് CPM തോൽക്കണമെന്നതാണ് കോൺഗ്രസിന്റെ ഒരു മനസ്സിലിരിപ്പ്. അതുകൊണ്ടാണ് ശ്രീലേഖയുടെ വാദം ഏറ്റെടുത്ത് ഇപ്പോൾ KS ശബരിനാഥനും അതുപോലെ തന്നെ K. മുരളീധരനും രംഗത്ത് വന്നിരിക്കുന്നത്. പ്രശാന്ത് കോർപ്പറേഷൻ കെട്ടിടത്തിലെ മുറി ഉപയോഗിക്കുന്നത് ഇപ്പോൾ ശ്രീലേഖയേക്കാൾ ബുദ്ധിമുട്ടായിരിക്കുന്നത് ശബരിനാഥനാണ്. അതുകൊണ്ടാണ് എന്തിനാണ് MLAക്ക് വാടകമുറി എന്ന് ചോദിച്ച് അദ്ദേഹം ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത്. ഇത് ശ്രീലേഖയെയും അതുപോലെ തന്നെ BJPയെയും സുഖിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്നത് എന്തായാലും വ്യക്തമാണ്. കോർപ്പറേഷൻ കൗൺസിലറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ശബരിനാഥൻ എങ്ങനെയെങ്കിലും നിയമസഭയിലേക്ക് മത്സരിക്കണമെന്നും അതുപോലെ തന്നെ വിജയിച്ച് മന്ത്രിയാകണമെന്നുമാണ് ആഗ്രഹിക്കുന്നത്. അതിന് അദ്ദേഹത്തിന് BJPയുടെ സഹായം കിട്ടാനുള്ള സാധ്യതയും ഇനി എന്തായാലും കൂടുതലാണ്. കാരണം 101 അംഗ കോർപ്പറേഷൻ കൗൺസിലിൽ 50 പേരുടെ പിന്തുണ മാത്രമാണ് BJPക്ക് ഉള്ളത് എന്നതിനാൽ ശബരിനാഥൻ നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചാൽ ഏറ്റവും അധികം അത് പ്രയോജനം ചെയ്യുന്നതും BJPക്കായിരിക്കും. കവടിയാറ് വാർഡിൽ നിന്നും വെറും 74 വോട്ടിനാണ് ശബരി വിജയിച്ചത്. അതും BJPയുടെ റിബല് 100-ൽ പരം വോട്ടുകൾ പിടിച്ചത് കൊണ്ട് മാത്രമാണ് കഷ്ടിച്ച് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് ഏറ്റവും അധികം ഗുണം ചെയ്യാൻ പോകുന്നതും BJPക്കാണ്. അവർ ഈ സീറ്റ് പിടിച്ച് കേവലം ഭൂരിപക്ഷം തികയ്ക്കുകയും അതുപോലെ തന്നെ കോർപ്പറേഷൻ സുഖമായിട്ട് 5 വർഷം ഭരിക്കുകയും ചെയ്യും. ശബരി 2 തവണ പ്രതിനിധീകരിച്ച അരുവിക്കര മണ്ഡലം BJP വിജയപ്രതീക്ഷ വെച്ചു പുലർത്താത്ത ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ സംഘപരിവാർ വോട്ടുകൾ ശബരിക്ക് മറിച്ചാൽ അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ BJPക്ക് കഴിയും. ഇത്തരമൊരു നീക്കമാണിപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നത് എന്ന് വേണം കരുതാൻ. ശബരിനാഥന്റെ ഇപ്പോഴത്തെ എടുത്തുചാട്ടവും അരുവിക്കര ചാടിക്കടക്കാനുള്ള തന്ത്രപരമായ ചാട്ടം തന്നെയാണ്. അത് രാഷ്ട്രീയ കേരളത്തിൽ വിലപ്പോകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്.